പണ്ടേ കളിക്കളത്തിലെ രാജാവ് ഗൂഗിളാണ്. അത് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, എത്ര വട്ടമായാലും ഗൂഗിൾ തെളിയിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു വിഒ 3ന്റെ റിലീസ്. ലാസ്റ്റ് ഒരു 1 മന്ത് ആയിട്ട് വിഒ 3 കാണിച്ചു വെച്ച കോലാഹലങ്ങളൊന്നും ഒരു 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 കയ്യും കണക്കും ഇല്ല. അത്രമാത്രം നമ്മളെ രസിപ്പിക്കുന്നതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും പലതരത്തിലുള്ള കോമഡികളും ഗിമ്മിക്കുകളും എല്ലാം നമ്മൾ വിഒ 3യിലൂടെ കണ്ടു കഴിഞ്ഞല്ലേ. പക്ഷേ ഈ ആളുകൾക്കെല്ലാം ഈ വിഒ 3 എങ്ങനെ ഒരുപാട് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം വിഒ 3ന്റെ ആക്സസ് നമുക്ക് ഇന്ത്യയിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ആക്സസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ടൊന്നും വീഡിയോസ് നമുക്ക് ഇതുവരെയും ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടില്ല. കൂടാതെ നല്ലപോലെ എമൗണ്ടും പേ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും പ്രോബ്ലത്തിനിടയിലും ഞാൻ പറയാണ്, നമുക്ക് വിഒ 3ന്റെ വീഡിയോസ് അൺലിമിറ്റഡ് ആയിട്ട് ആക്സസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വിഒ 3നെ കുറിച്ച് നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു VPNും മൾട്ടിപ്പിൾ അക്കൗണ്ട്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്നതോടെ അത് അസാധുവാകും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാണണം തോന്നുന്നവർക്ക് കാണാം, എന്നെ സപ്പോർട്ട് ചെയ്യണം തോന്നുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുവഴി വിഒ 3ന്റെ അൺലിമിറ്റഡ് ആക്സസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എപ്പം പോലെ എനിക്കൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഗൂഗിൾ വേണമെങ്കിൽ അവർ ഈ ഓപ്ഷൻ എടുത്തു വിടാം. ഒന്നും നമ്മളെ കയ്യിലല്ല. കാരണം ഇതുപോലത്തെ വീഡിയോകൾ നിറയെ പ്രചരിക്കുന്നതോടൊപ്പം തന്നെ ഗൂഗിൾ ആ ഹാക്ക് മനസ്സിലാക്കി വേണമെങ്കിൽ അത് നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഒന്നും നമ്മളെ കയ്യിലല്ല. കാരണം ഞാൻ ലാസ്റ്റ് 2 വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു, ചില സംഭവങ്ങൾ വർക്കാവുന്നില്ല, ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്, ചില ഇപ്പോൾ എക്സ്പയർ, ആ ഓഫർ ശരിക്കും പറഞ്ഞാൽ എക്സ്പയറും ആയി. സോ ഒന്നിനും ഒരു ഉറപ്പൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം AI-ന്റെ കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്നായിരിക്കും ഓരോരോ അപ്ഡേറ്റുകൾ വരിക. ട്രൈ ചെയ്ത് നോക്കുക, ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ലക്ക് ഉണ്ടാവട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലിങ്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആവുക. ഇത് ഗൂഗിളിന് തന്നെ സ്കിൽ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ സൈൻ ഇൻ ഓർ ജോയിൻ എന്നുള്ളത് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാൽ, നിങ്ങൾ ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമെയിൽ കൊടുക്കുക, അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ ഈ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയും, അതൊക്കെ കൊടുക്കുക. ചില സമയത്ത് നിങ്ങളെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നിട്ട് ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. ഇതല്ല, അടുത്ത പേജിൽ ഓക്കെ ഇതുപോലൊരു ഓപ്ഷൻ വരും, യു ആർ നോട്ട് എലിജിബിൾ ടു യൂസ് ഗൂഗിൾ ക്ലൗഡ് സ്കിൽ ബൂസ്റ്റ് എന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കൊടുക്കും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പീൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്സസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന വിൻഡോ ക്ലോസ് ചെയ്യുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടാതെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് വിടുക. അത് ബഗ്ഗാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സസ് കിട്ടിയതായി കാണാൻ പറ്റും. ഇപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചില സമയത്ത് അവിടുന്ന് പുറത്ത് വന്നത് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് സ്റ്റാർട്ട് ലാബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ. സ്റ്റാർട്ട് ലാബ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം വിൻഡോ ഓപ്പൺ ആവും. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഇൻ ഇൻകോഗ്നിറ്റോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇൻകോഗ്നിറ്റോയിൽ ആയതുകൊണ്ട് ചിലപ്പോൾ അത് കാണിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ കോപ്പി ലിങ്ക്, ഫയലിൽ പോകുന്നു, ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, അവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ. അതേപോലെ ഇമെയിൽ ID ലോഗിൻ ചെയ്യാൻ ചോദിക്കും. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഇൻകോഗ്നിറ്റോയിൽ ചെയ്യണമെന്നില്ല. സാധാ വിൻഡോയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ലാബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻകോഗ്നിറ്റോയിൽ ഓപ്പൺ ചെയ്താലും മതിയാവും. ഓക്കെ, ഇതുപോലൊരു പേജ് കാണിക്കും. അവിടെ അഗ്രി കൊടുത്ത് അഗ്രി കണ്ടിന്യൂ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഗൂഗിൾ ക്ലൗഡിൻ്റെ വിൻഡോ ഓപ്പൺ ആവും. അതിൽ പോയിട്ട് വെർട്ടെക്സ് ചില സമയത്ത് ചിലർക്ക് അവിടെ തന്നെ അത് കാണിക്കും. ഈ ലെഫ്റ്റ് സൈഡ് കാറ്റഗറിയിൽ തന്നെ ഇവിടെ നമുക്കത് കാണിക്കും വെർട്ടെക്സ് AI. അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടെക്സ് AI എന്നിട്ട് കാണിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലൊരു ടേംസ് അഗ്രി ചെയ്യാൻ വേണ്ടി ചോദിക്കും. നമ്മൾ ജസ്റ്റ് ഇവിടെ മീഡിയ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഒ 3 എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം, വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ബില്ലിംഗ് അക്കൗണ്ട് എന്നിട്ടൊരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ക്രിയേറ്റ് ബില്ലിംഗ് അക്കൗണ്ട് വയ്ക്കുക, അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട് അപ്രൂവ് UPI ഓട്ടോ പേ, ദിസ് ഈസിൻ്റെ ചാർജ്. ഇത് ചാർജിങ് അല്ല, ജസ്റ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഓട്ടോ പേ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് ഓട്ടോ പേ ഡിസേബിൾ ചെയ്യാൻ മറക്കരുത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചില നേരത്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജും കൂടെ കാണാൻ പറ്റും. ഒരു 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വേണ്ടി വരും, പിടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ ഓട്ടോ പേ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ പിടിക്കാനും പോകുന്നില്ല, നമ്മൾ സേഫ് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി പേയ്മെന്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ അക്കൗണ്ടിൽ. അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. $300 വരെയും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. $300 മേലെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ബില്ലിങ്ങിന്റെ പ്രശ്നം വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. ഓക്കെ, അഗ്രി ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് വേണ്ടേ? അപ്പോൾ പ്രോംപ്റ്റിന് എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഇവിടെ ഒരു സാമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോംപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇരുന്ന് അടിക്കുന്നു ഇട്ടിക്കുന്നു. സോറി. ഓക്കെ, അതിന് മുന്നേ
ഇവിടെ VO3 നമുക്ക് എനേബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. VO3 കൊടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് റിസൾട്ട്സ് നമുക്ക് 2 റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം. 8 സെക്കൻഡ് വീഡിയോ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 8 സെക്കൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ജനറേറ്റ് ഓഡിയോ ഇവിടെ എനേബിൾഡ് ആണ്. ഓക്കെ, അഡ്വാൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് വെറുതെ റൺ ചെയ്ത് നോക്കാം. വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാലോ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനിയിപ്പോൾ ഈ പ്രോംപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പഠിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് അതിന് ഞാൻ ഒരു ഡോക്യുമെന്റേഷൻ പോലെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് കാണാൻ പറ്റും വെർട്ടെക്സ് AI വീഡിയോ ജനറേഷൻ പ്രോംപ്റ്റിംഗ് ഗൈഡ് ആയത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള എങ്ങനെ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സകലമായ കാര്യങ്ങളും ഒരു ബേസിക് ബിഗിനർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഇത് മാത്രമല്ല വേറെയും കുറെ ഡോക്യുമെന്റേഷൻസ് ഇവിടെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജനറേറ്റ് വീഡിയോ യൂസിങ് ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ്, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വേറെയും കുറെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. വീഡിയോ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ പ്രോംപ്റ്റ് ഗൈഡ് പോയി കഴിഞ്ഞാൽ താഴത്തോട്ട് വരുന്ന സമയത്ത് കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് നല്ലൊരു ഗുഡ് പ്രോംപ്റ്റ് എഴുതണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കാരണം ഇത് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് അവരുടെ പ്ലാറ്റ്ഫോമിന് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ ലാബിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ലാബ് എന്തായി കഴിഞ്ഞാൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും എക്സ്റ്റെൻഡ് വീഡിയോ. എക്സ്റ്റെൻഡ് വീഡിയോയിൽ പോകുന്ന സമയത്ത് മോഡൽ നമുക്ക് VO3 VO2 സ്വിച്ച് ആവും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡിങ് വീഡിയോ ക്രിയേറ്റ്സ് ലാർജ് ഫയൽ ഗ്രേറ്റർ ദാൻ 10 MB എന്നിട്ട് വരും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ സ്റ്റോറേജ് ചെയ്യാൻ ഗൂഗിൾ ക്ലൗഡിന്റെ ഒരു ബക്കറ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ബക്കറ്റിലോട്ടാണ് ഈ വീഡിയോകൾ സ്റ്റോർ ആവുക. അപ്പോൾ അത് ഇവിടെ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എടുത്ത ഉടനെ നമുക്ക് ആ ബക്കറ്റ് ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ബക്കറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. യുണീക്ക് ആയിട്ടുള്ള നെയിമുകൾ കൊടുക്കാൻ നോക്കുക. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നെയിം കൊടുക്കുക. ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അതൊക്കെ കണ്ടിന്യൂ കൊടുക്കുക. ഇതിനും പേയ്മെന്റ് ഒന്നും പോകില്ല. ഇതെല്ലാം നമ്മളെ ക്രെഡിറ്റിൽ കവർ ആവും. നിങ്ങൾ ഓർക്കേണ്ട കാര്യം മസ്റ്റ് ആയിട്ടും ഓട്ടോ പേ ഡിസേബിൾ ചെയ്ത് വിടുക. അതിനുശേഷം മാത്രം എന്ത് കളിയും കളിക്കുക. ഓക്കെ, അതൊന്നും പബ്ലിക് ആക്സസ് കൊടുക്കണം വേണ്ടി എന്നുള്ളതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. കൺഫേം കൊടുക്കുക. ഒരു ബക്കറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് വിടുക. സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജ് അവിടെ പോയി ഇവിടെ നമുക്ക് നമ്മുടെ ബക്കറ്റ് സെലക്ട് ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഈ ബക്കറ്റിലോട്ടാണ് നമ്മുടെ വീഡിയോന്റെ ഔട്ട്പുട്ട് സേവ് ആവുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് വീഡിയോ ആണല്ലോ കൊടുക്കുന്നത്. ഞാൻ പ്രോംപ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ചുമ്മാ എക്സ്റ്റെൻഡ് അങ്ങ് കൊടുത്തു. ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ട് 4 VO2 പോകുന്ന സമയത്ത് 4 വീഡിയോസ് വരെയും ക്രിയേറ്റുള്ള ഓപ്ഷൻ ആയിട്ടാണ് കാണിക്കുക. VO3 ആ ഓപ്ഷൻ വന്നില്ല. VO2 കറന്റ് ആ ഓപ്ഷൻ ഉള്ളത്. വീഡിയോസ് ഇത് കാണുന്ന പോലെ 7 സെക്കൻഡും കൂടെ എക്സ്റ്റെൻഡ് ആയി ഇപ്പോൾ 8 സെക്കൻഡിൽ നിന്നും 15 സെക്കൻഡിലോട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് കാണുന്നുണ്ട്. 4 വീഡിയോസ് വരെയും നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇതിന്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഓഡിയോ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയ റിസൾട്ടിന്റെ സേവ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് പഴയ വീഡിയോസിന്റെ ഹിസ്റ്ററി ഉണ്ടാവും. പക്ഷേ റിഫ്രഷ് ചെയ്യുന്നതിനോടെ നിങ്ങളുടെ ഹിസ്റ്ററി പോവും. ഒറ്റ വീഡിയോ ഇല്ല കേട്ടാ. അതാണ് കാര്യം. എക്സ്റ്റെൻഡ് ചെയ്ത വീഡിയോസ് മാത്രം നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത വീഡിയോസ് വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ എന്താ പറയാ സെർച്ച് പോയിട്ട് ബക്കറ്റ് നടിക്കുന്ന സമയത്ത് ഈ ബക്കറ്റിനകത്ത് നമ്മുടെ ആ 4 സാമ്പിൾ വീഡിയോ അതായത് VO2 ജനറേറ്റ് ചെയ്ത വീഡിയോസ് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാതെ VO3 വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ VO3 വീഡിയോ ജനറേറ്റ് ആവുന്ന സമയത്ത് തന്നെ അവിടെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ആ ഡൗൺലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് സേവ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള വീഡിയോസ് ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇനിയിപ്പോൾ മീഡിയ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോസ് മാത്രമല്ല ജനറേറ്റ് ചെയ്യുക, ഇമേജ് ജനറേറ്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ സൗണ്ട് എഫക്റ്റ്, മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വിക്കായിട്ട് നമ്മുടെ ക്രെഡിറ്റ് എത്രമാത്രം തീർന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലും അതിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. 0 out of 25,000 എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലും ചിലപ്പം വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലർക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. വേറൊരു അക്കൗണ്ട് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇടയിൽ എറർ വരുന്ന സമയത്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ദയവായി അതിന് മുന്നേ വീഡിയോസ് കഴിയുന്നതും
ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ പുതിയത് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റിൽ അത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ഷെയർ ചെയ്യുക. See you on the next video.